ഇടുക്കി അണക്കര സർക്കാർ സ്കൂളിൽ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന ഡിഒയ്ക്കാണ് അന്വേഷണ ചുമതല. മർദ്ദനമേറ്റ കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴിയെടുക്കും. അഖിൽ ചേരുകയാണ്. അഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇടുക്കി അണക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇംഗ്ലീഷ് അധ്യാപകനായിട്ടുള്ള ശിവകുമാർ ക്രൂരമായി മർദ്ദിച്ചത്. കാലിലും മുട്ടിൽ നിർത്തി കാലിൽ ചവിട്ടുകയും ചൂരൽ കൊണ്ട് മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് കുട്ടി നൽകിയ മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വണ്ടൻമേട് പോലീസ് കേസ് രേഖപ്പെടുത്തിയിരുന്നു. വണ്ടൻമേട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി എത്തിയ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം വണ്ടൻമേട് പോലീസ് കേസ് എടുത്തിരുന്നു. ശേഷം അടിയന്തരമായി PTA കമ്മിറ്റി വിളിച്ചു ചേർക്കുകയും അധ്യാപകനോട് അവധിയിൽ പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. പ്രഥമ അധ്യാപകനെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. പ്രഥമ അധ്യാപകന്റെ അന്വേഷണ പ്രകാരം കുട്ടിയെ ചൂരൽ കൊണ്ട് മർദ്ദിച്ചു എന്ന് കണ്ടെത്തുകയുണ്ടായി. ഇന്നലെ തിങ്കളാഴ്ച SFIയുടെ നേതൃത്വത്തിൽ സ്കൂളിലേക്ക് ഒരു വലിയ പ്രതിഷേധ മാർച്ചും നടക്കുകയുണ്ടായി. തുടർന്ന് DU അടക്കമുള്ള ആളുകൾ സ്കൂൾ സന്ദർശിക്കുകയും കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് കട്ടപ്പന DOയ്ക്ക് അന്വേഷണ ചുമതല നൽകിക്കൊണ്ട് വിശദമായ അന്വേഷണത്തിന് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. നിലവിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം കുട്ടി ഇന്നലെ തമിഴ്നാട്ടിലായിരുന്നു. കുട്ടിയുടെ ജന്മദേശം തമിഴ്നാടാണ്. അവിടെയായിരുന്നു. കുട്ടിയുടെയും മാതാപിതാക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം കട്ടപ്പന DOയുടെ നേതൃത്വത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും അധ്യാപകനായിട്ടുള്ള ശിവകുമാറിനെതിരെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. ഷമി, അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്.